Hello all. So this is Unit 1, Introduction to Business Ethics. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഈ ഒരു പാർട്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റീറ്റെയിലിൽ നമ്മൾ എത്തിക്സ് എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അതേപോലെ കോഡ് ഓഫ് കണ്ടക്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഈ ഒരു ബിസിനസ് എത്തിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത്, പിന്നെ എത്തിക്സിന്റെ കുറച്ച് എലമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ എത്തിക്സിലുള്ള അതായത് ബിസിനസ് എത്തിക്സിലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എത്തിക്കൽ ലീഡർഷിപ്പ് ആണ്. സോ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എത്തിക്കൽ കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു എത്തിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. കാരണം എന്ത് കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ജസ്റ്റിസോടെ, ഹോണസ്റ്റിയോടെ, ഇന്റഗ്രിറ്റിയോടെ, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങളായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് കോർപ്പറേറ്റ് വാല്യൂസ് ആണ്. സോ ഒരു കമ്പനിയിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് കമ്പനീസ് ഒരു സെറ്റ് ഓഫ് കോർപ്പറേറ്റ് വാല്യൂസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ആ കോർപ്പറേറ്റ് വാല്യൂസ് എന്നൊക്കെ പറയുന്നത് അതിന് അതിൻ്റെതായ മോറൽ പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ അതിന്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും, ഹോണസ്റ്റിയും, ഓപ്പൺനെസ്, റെസ്പെക്ട് എല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് കോഡ് ഓഫ് കണ്ടക്ട് ആണ്. ഒരു റിട്ടൺ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ എത്തിക്സ് പോളിസി ഒരു ഓർഗനൈസേഷനിൽ സ്പെസിഫൈ ചെയ്ത് ഉണ്ടായിരിക്കണം. അപ്പൊ അതിൽ നമ്മൾ ഗൈഡ് ലൈൻസ് ആണ് എങ്ങനെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ വരുന്നതാണ് കോംപ്ലിയൻസ് ആൻഡ് ലീഗൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സോ അതിൽ നമുക്കൊരു ഓർഗനൈസേഷനിൽ ലീഗൽ ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എല്ലാം അവിടെ ഉണ്ടാവേണ്ടത്. പിന്നെ വരുന്നത് സ്റ്റേക്ക് ഹോൾഡർ കൺസിഡറേഷൻ ആണ്. സോ ഇതിൽ നമ്മൾ ഇൻട്രസ്റ്റ്, ദാറ്റ് ഇസ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും അതേപോലെ അതിലിപ്പോ എംപ്ലോയീസ്, കസ്റ്റമേഴ്സ് എല്ലാവരുടെയും അല്ലെങ്കിൽ സപ്ലയേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എല്ലാവരുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കണം അതിന്റെ അനുസരിച്ചുള്ള ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം ബിസിനസ് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ വരുന്നതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. സോ ഒരു ട്രാൻസ്പാരന്റ് ആയിരിക്കും, ദാറ്റ് ഇസ് നമ്മുടെ ട്രസ്റ്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആയിരിക്കണം എല്ലാവരും ഉണ്ടാവേണ്ടത്. അതേപോലെ ഒരു ഓപ്പൺനെസ് ആയിരിക്കണം, ദാറ്റ് ഇസ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കണം, എല്ലാം ഭയങ്കര ഓപ്പൺ ആയിരിക്കണം. ആ ഒരു ട്രാൻസ്പാരൻസി അവിടെ ഉണ്ടായിരിക്കണം ബിസിനസ്സിൽ. പിന്നെ വരുന്നതാണ് ഫെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇത് വൺ ഓഫ് ദി മെയിൻ പ്രിൻസിപ്പിൾ ആണ്. കാരണം എല്ലാവരെയും, ഓരോ ഇൻഡിവിജ്വലിനെയും ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയും എല്ലാവരെയും നമ്മൾ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഒരു ഡിസ്ക്രിമിനേഷനോ അങ്ങനൊന്നും ഉണ്ടാവാതെ നമ്മൾ എല്ലാവരെയും ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അടുത്ത പോയിന്റ് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു കമ്പനീസ് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് നമ്മൾ സൊസൈറ്റിയിലും അല്ലെങ്കിൽ എൻവയോൺമെന്റിലൊക്കെ ഒരുപാട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഒരു കമ്പനി വർക്ക് ചെയ്യണം. ദാറ്റ് ഇസ് എൻവിറോൺമെന്റൽ ചാലഞ്ചസ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ ചാലഞ്ചസ് ഒരുപാടുണ്ട്. സോ അതെല്ലാം അതിന് വേണ്ടുന്ന ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളെല്ലാം ഒരു ബിസിനസ് അത് ഏറ്റെടുക്കണം. പിന്നെ വരുന്നത് എൻവിറോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി ആണ്. സോ നമ്മൾ സോഷ്യൽ പറഞ്ഞ പോലെ തന്നെ എൻവിറോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിൽ നമുക്കിപ്പോൾ അതിന് വേണ്ടുന്ന എൻവിറോൺമെന്റൽ കൺസർവേഷന് വേണ്ടുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ഇമ്പാക്ട്, നെഗറ്റീവ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ബിസിനസ്സും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എൻവിറോൺമെന്റൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് മെഷറിംഗ് റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് നോക്കുന്ന കാര്യമാണ്. സോ നമ്മൾ എപ്പോഴും എന്താണ് ഒരു കാര്യം ദാറ്റ് ഇസ് സ്ക്രൂട്ടനൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഔട്ട്കം എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. അപ്പം ഇപ്പം നമ്മുടെ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓഡിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എല്ലാവരും ഇതേപോലെ ഒരു ഔട്ട്കം കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് നമ്മൾ നോക്കണം. പിന്നെ വരുന്നത് ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. സോ ഇതും ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് വരുന്നത്. സോ ഓർഗനൈസേഷന് ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവർ എൻഷുർ ചെയ്യണം ദാറ്റ് ഇസ് എല്ലാം എത്തിക്സും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട് എല്ലാം എന്നുള്ളത് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കണം എൻഷുർ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് നമ്മളൊരു എത്തിക്കൽ ബിഹേവിയർ ഉണ്ടായിരിക്കണം. അത് എല്ലാവരും, എംപ്ലോയീസ് ആണെങ്കിലും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരു എത്തിക്കൽ ബിഹേവിയർ, പ്രോപ്പർ ആയിട്ടുള്ള എത്തിക്കൽ ബിഹേവിയർ ഉണ്ടായിരിക്കണം. അതേപോലെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടായിരിക്കണം. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു മോട്ടിവേഷനും അല്ലെങ്കിൽ ഒരു നല്ലൊരു ലീഡർഷിപ്പും അല്ലെങ്കിൽ എന്താ പറയാ കമ്പനീനെ തന്നെ കമ്പനി ഡെവലപ്മെന്റിന് തന്നെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതാണ് പബ്ലിക്കേഷൻ ഓഫ് എ കോഡ് ഓഫ് കണ്ടക്ട്. സോ ഇതിൽ നമ്മൾ പറഞ്ഞു എത്തിക്കൽ ഫ്രെയിംവർക്സ് ഒക്കെ അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എൻ്റയർ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. സോ അതൊരു റിട്ടേൺ ഫോമിൽ ആയിരിക്കണം. സോ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആയിരിക്കണം ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കേണ്ടത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, റിപ്പോർട്ടിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക്, സേഫ്റ്റി, വർക്ക് ഹെൽത്ത് അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള ഹെൽത്തിന്റെ കാര്യങ്ങൾ, എംപ്ലോയ്മെന്റ് പോളിസി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ട്രാൻസ്പാരൻസി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു കോഡ് ഓഫ് കണ്ടക്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം.
പിന്നെ വരുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോംപ്ലയൻസ് മെക്കാനിസംസ് ആണ്. സോ ഇതിലെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് നമ്മൾ പറഞ്ഞു ഓൾറെഡി പബ്ലിഷ് ചെയ്തു എന്നുള്ളത് പറഞ്ഞു. സോ അതിൽ ഇപ്പൊ ഓർഗനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് പബ്ലിഷ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ദാറ്റ് ഇസ് ഓർഗനൈസേഷൻ ഷുഡ് എൻഷുർ ദാറ്റ് ഇസ് എംപ്ലോയീസ് അതെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്, ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള ഒരു ആ ഒരു എന്താ പറയാ ആ ഒരു മെക്കാനിസം കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട് എന്നുള്ളൊരു എൻഷുർ അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് ഓർഗനൈസേഷൻ എടുക്കണം. പിന്നെ വരുന്നത് ഇൻവോൾവിംഗ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ്. സോ എംപ്ലോയീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഓർഗനൈസേഷനിലും. സോ അവരെ എന്ത് ചെയ്യാം, നമ്മൾ എല്ലാ ലെവലിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ അപ്പം അല്ലാതെ കുറച്ച് ടോപ്പിലിരിക്കുന്ന എംപ്ലോയീസ് ഉള്ളത് എല്ലാവരും നമ്മൾ ഈക്വലായി കൺസിഡർ ചെയ്യാം. അതേപോലെ എല്ലാവരുടെയും ഫീഡ്ബാക്സ് നമ്മൾ ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ ഇത്രയൊക്കെയാണ് ബിസിനസ് എത്തിക്സിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഇൻ റീറ്റെയിൽ. സോ ഇതിൽ നമുക്കറിയാം ദാറ്റ് ഇസ് ഈ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എല്ലാത്തിലും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു റീറ്റെയിലിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് എത്തിക്സ് വേണ്ടത്, അല്ലെങ്കിൽ എത്തിക്സ് ഇസ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് ഇമേജ് ബിൽഡിംഗ് ഇൻ ദി സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോ ഒരു ആൾക്കാരൊക്കെ ജനറലി എന്താ ചെയ്യാം, ദാറ്റ് ഇസ് അവര് അസോസിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള അല്ലെങ്കിൽ പോസിറ്റീവ് റെപ്യൂട്ടേഷനുള്ള ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനാണ് എല്ലാവരും താല്പര്യം കാണിക്കുക. സോ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ഇമേജ് നമുക്ക് സൊസൈറ്റിയുടെ ഇടയിൽ നല്ലൊരു എത്തിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് നീഡ്സ് ഓഫ് ദി പീപ്പിൾ. സോ എത്തിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ കസ്റ്റമർ റിട്ടൻഷൻ. അതായത് നമുക്കിപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് ഇപ്പൊ മാനേജ്മെന്റ്, ഇപ്പൊ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എംപ്ലോയിഡ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ. സോ ആ ഒരു എന്താ പറയാ ആൾക്കാരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എത്തിക്കൽ ഓർഗനൈസേഷന് സാധിക്കും. പിന്നെ വരുന്ന റോൾ ഓഫ് എത്തിക്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. സോ ഡിസിഷൻ മേക്കിംഗിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല എത്തിക്കലി നമ്മൾ എല്ലാ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി ഓർഗനൈസേഷനെ സക്സസിലേക്കാണ് എത്തിക്കുന്നത്. പിന്നെ വരുന്നത് ആക്ട് ആസ് എ ബൈൻഡിങ് ഫോഴ്സ് ഫോർ ദി പീപ്പിൾ. സോ എംപ്ലോയീസ് പറയുന്നത് നമ്മൾ പറഞ്ഞു ദാറ്റ് ഇസ് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാനും വലിയ കുഴപ്പമുണ്ടാവില്ല. സോ ഇതിൽ നമ്മൾ എംപ്ലോയീസിനെയും അതേപോലെ കസ്റ്റമേഴ്സിന്റെയും ഇൻട്രസ്റ്റ് നമ്മൾ ഒരേപോലെ കണക്കാക്കണം. സോ ഓർഗനൈസേഷന്റെ സക്സസിന് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഇംപ്രൂവ് സൊസൈറ്റി ആൻഡ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. സോ നമ്മളിപ്പോ എല്ലാവരും ഒരു എത്തിക്കൽ പ്രാക്ടീസസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയിൽ തന്നെ ഒരു ബെറ്റർ പ്ലേസ് ടു ലീവ് ആയി മാറും സൊസൈറ്റി. അപ്പൊ നമ്മളിപ്പോ ഇതില് ഒരു സൊസൈറ്റി എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് എവരിവൺ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസേൺ ആയിരിക്കണം. അതേപോലെ എന്താ പറയാ സെൽഫിഷ് ആവാതെ നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യുക. അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്താണ് ബെറ്റർ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് സസ്റ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ എത്തിക്കൽ പ്രാക്ടീസസിലൂടെയൊക്കെ ഒരു ഓർഗനൈസേഷന് ഓട്ടോമാറ്റിക്കലി ഒരു സസ്റ്റെയിൻഡ് പ്രോഫിറ്റും അതേപോലെ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ആൻഡ് അതിലൂടെ എംപ്ലോയീസിന്റെ വെൽബീയിങ്, കസ്റ്റമേഴ്സിന്റെ വെൽബീയിങ്, സൊസൈറ്റിയുടെ വെൽബീയിങ് ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഈ റീസൺസ് ഒക്കെ കൊണ്ടാണ് റീറ്റെയിലിൽ എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്സ് വേണം എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് ഏരിയാസ് ഓഫ് എത്തിക്സ് ഇൻ റീറ്റെയിൽ. സോ ഇതിൽ നമുക്ക് ഏതൊക്കെ ഏരിയാസ് വരുന്നുണ്ട് നോക്കാം. അപ്പൊ അതിൽ വരുന്നതാണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോ, റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നുള്ളത്. അതൊരു ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. സോ അപ്പൊ എല്ലാ കൺട്രിയിലും ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് ഓഫ് കമ്പനി എന്താ പറയുക ലോ അല്ലെങ്കിൽ കമ്പനി ലോസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ് ഇസ് എംപ്ലോയി വെൽഫെയർ ആക്ട് ഉണ്ട്, അതേപോലെ റൈറ്റ് പ്രൊട്ടക്ഷൻ ലോ ഉണ്ട്, കമ്പനി ലോ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതെല്ലാം ഈ ഒരു ലോസും റൂൾസും റെഗുലേഷൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക, അതായത് ടൈം ടു ടൈം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ ഒരു എൻവയോൺമെന്റ് സർക്കംസ്റ്റൻസിന്റെ ബേസിസിലാണ്. സോ കമ്പനീസിന് എന്താണ് എല്ലാവരും കമ്പനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യണം. ഇനി പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് ദി കസ്റ്റമർ. സോ ഒരു ഓർഗനൈസേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ് ദാറ്റ് ഇസ് അവരുടെ എംപ്ലോയീസും അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ കസ്റ്റമേഴ്സും അല്ലെ. സോ ഇതിൽ നമ്മൾ എന്താണ് ആ ഒരു കസ്റ്റമേഴ്സിന്റെ എല്ലാ റൈറ്റും കാര്യങ്ങളും എല്ലാം പ്രൊട്ടക്ട് ആവുന്നുണ്ടോ, ദാറ്റ് ഇസ് എന്താ പറയാ അൺഎത്തിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റമേഴ്സുമായിട്ട് മിസ്ബിഹേവിയർ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കസ്റ്റമേഴ്സിന്റെ ആ ഒരു റൈറ്റും അവരുടെ എന്താ പറയാ ഇൻട്രസ്റ്റും കാര്യങ്ങളും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ മിസ്മാച്ച് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പൊ ഇതിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് ഒക്കെ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഇപ്പം ഇൻഡിവിജ്വൽ പലർക്കും ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. സോ
അതോടൊപ്പം ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ അത് രണ്ടും നമ്മൾ ഒരിക്കലും ക്ലാഷ് ആവരുത്. രണ്ടും ഇൻഡിവിജ്വൽ വേറെ വേറെ നിൽക്കേണ്ടതാണ്. സോ അപ്പൊ ആ ഒരു മിസ്മാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാ നമുക്കത് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാം. പിന്നെ വരുന്നതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഫയൽസും അല്ലെങ്കിൽ ഡാറ്റ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോൺഫിഡൻഷ്യൽ ആയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതേപോലെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം. അതേപോലെ ഈ നമ്മൾ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു പ്രിക്കോഷൻ അല്ലെങ്കിൽ നല്ലൊരു കോഷൻ ആയിരുന്നു നമ്മൾ ഭയങ്കര പ്രിക്കോഷനോടാണ് ചെയ്യണം. ഒരു കാര്യങ്ങളും നമ്മൾ ലീക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അവരുടെ ഇൻഫർമേഷൻസ് ഒന്നും ഔട്ട്സൈഡിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ ലീക്ക് ആവാതെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്റഗ്രിറ്റിയിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് റിസീവിംഗ് ഗിഫ്റ്റ് ഇൻ റിട്ടേൺ ഫോർ ഫേവർ. സോ എംപ്ലോയീസ് ഒക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ടിപ്പിക്കലി ദേ ആർ ആസ്ക്ഡ് നോട്ട് ടു അക്സെപ്റ്റ് എനി ഗിഫ്റ്റ്. അങ്ങനെയാണ് പറയുന്നത്. അതായത് ഓർഗനൈസേഷന്റെ പുറത്തുനിന്ന് നമ്മളിങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും സ്വീകരിക്കരുത് എന്നാണ് പറയുന്നത്. ചിലവർ എന്ത് ചെയ്തു, ദാറ്റ് ഇസ് എന്താണ് ആ എംപ്ലോയീസിന്റെ പൊസിഷനും അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു പൊസിഷനിലേക്ക് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ചില ആൾക്കാർ ശ്രമിക്കും. സോ അതിലൊന്നും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ഫേവർ നമ്മൾ ചെയ്യേണ്ട ഒരു ഒബ്ലിഗേഷൻ നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഇനി അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു ബിസിനസ് എത്തിക്സിന്റെ. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി. സോ ഇതൊരു മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്. ദാറ്റ് നമ്മൾ ഈ ഒരു ബിസിനസ് എത്തിക്സ് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനാണെങ്കിലും വെൻഡേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എല്ലാവർക്കും ഒരു ലോയൽറ്റിയും അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദാറ്റ് നമ്മൾ എത്തിക്കലി വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫേവറബിൾ ഓർഗനൈസേഷൻ കൾച്ചർ. സോ നല്ലൊരു എത്തിക്കലി നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എംപ്ലോയീസിനാണെങ്കിലും എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ കൾച്ചർ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. സോ അപ്പം നമ്മൾ എപ്പോഴും ഓർഗനൈസേഷനിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള എല്ലാ ബിഹേവിയറും നമ്മൾ അവോയ്ഡ് ചെയ്യണം. ദാറ്റ് ഇസ് കറപ്ഷൻ ആയാലും ഫ്രോഡ് ആയാലും അങ്ങനെയുള്ള എല്ലാ ബിഹേവിയറും നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഫോസ്റ്റേഴ്സ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. സോ ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് CSR കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. CSR പറഞ്ഞാൽ എൻവിറോൺമെന്റൽ ആൻഡ് സൊസൈറ്റി പ്രൊട്ടക്ഷൻ. അതിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഒരു ബിസിനസ്സിന് ഉണ്ട്. പിന്നെ വരുന്നത് ഇംപ്രൂവ് പബ്ലിക് ഇമേജ് ഓഫ് ദി കമ്പനി. സോ നല്ല രീതിയിൽ എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു എത്തിക്കൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചുകൂടി ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും. സോ അത് നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഒരു ഓർഗനൈസേഷന്. പിന്നെ ബൂസ്റ്റ് എംപ്ലോയീസ് മൊറൽ. സോ ബിസിനസ് എത്തിക്സ് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ് ഷുഡ് എൻഷുർ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഈ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ചുമ്മാ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അതേപോലെ അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ വരുന്നത് ബെറ്റർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി കമ്പനി. സോ ഇപ്പം ഈ ഒരു എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് തന്നെ കമ്പനിയുടെ മാറുകയാണ് ചെയ്യുന്നത്. എത്തിക്കലി നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഗ്രേറ്റർ പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി സക്സസ് ഉണ്ടാവുന്നുണ്ട്, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ബിസിനസ് അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഒരു ബിസിനസ് എത്തിക്സിലൂടെ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഇനി നമ്മൾ ഒരു സ്റ്റേക്ക് ഹോൾഡറിന്റെ പെർസ്പെക്ടീവിൽ എടുക്കുകയാണെങ്കിൽ ബിസിനസ് എത്തിക്സിന്റെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സോ അതിൽ ഫസ്റ്റ് വൺ എത്തിക്കൽ പ്രാക്ടീസ് ടുവേർഡ്സ് എംപ്ലോയീസ്. സോ എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് മാത്രം പോരാ, എംപ്ലോയീസിനോടും എത്തിക്കലി അവർ ബിഹേവ് ചെയ്യണം. കാരണം സ്റ്റാഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ മിസ്ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നെഗറ്റീവ് ആകുക, അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർ പുറത്തും കമ്പനിയെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടാണ് സംസാരിക്കാം. അപ്പൊ അത് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ദാറ്റ് ഇസ് എംപ്ലോയീസിനെയും ഈക്വലി നമ്മൾ ഫെയർ ആയിട്ട് എത്തിക്കലായിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് വെൻഡേഴ്സ് ആണ്. സോ വെൻഡേഴ്സ് പറയുന്നത് ദാറ്റ് ഇസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സപ്ലയേഴ്സ്, മെർച്ചന്റ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ അവരുമായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു എത്തിക്കൽ കാര്യം, കാരണം അവരൊക്കെ ആയിട്ട് ഇത് പറയുന്ന ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാവേണ്ടത്. സോ ഒരു മിഡിൽമാൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു വെൻഡേഴ്സ് ഒക്കെ പറയുന്നത്. അവര് നമുക്കൊരു ദാറ്റ് ഇസ് അവർക്ക് കൊടുക്കാനുള്ള കോമ്പൻസേഷൻ ഒക്കെ ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴും നമ്മൾ എന്താ എത്തിക്കലി നമ്മൾ ഡീൽ ചെയ്യണം. ഇനി വരുന്നത് കൺസ്യൂമേഴ്സ് ആണ്. സോ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ നമ്മൾ എത്തിക്കലി ആയിരിക്കണം കൺസ്യൂമേഴ്സിനോട് ബിഹേവ് എടുത്ത്. കാരണം അവർക്ക് നമ്മൾ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന സമയത്ത് റീസണബിൾ പ്രൈസ് ഒക്കെ നമ്മൾ ചാർജ് ചെയ്യുക, ഓവർ പ്രൈസ് ഒരുപാട് പ്രൈസൊന്നും ചാർജ് ചെയ്യാതിരിക്കുക, ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, ഗ്യാരണ്ടി കൊടുക്കുക, വാറണ്ടി, അതേപോലെ അതിന്റെ പ്രൈസിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസ്യൂമേഴ്സിനെ എത്തിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ വരുന്നത് എത്തിക്കൽ പ്രാക്ടീസ് ടുവേർഡ്സ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും ഇൻവെസ്റ്റേഴ്സിനോടും അവരോട് നമ്മൾ എന്താണ് എത്തിക്കലി ആയിരിക്കണം നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. സോ ഇതിൽ നമുക്ക് കാരണം ഈ ഇൻവെസ്റ്റേഴ്സൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ അല്ലെങ്കിൽ ഇവരാണ് ശരിക്കും ഓണേഴ്സ് ഓഫ് ദി ബിസിനസ് എന്ന് പറയുന്നത്. സോ അത് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അവരുടെ റിട്ടേൺ, ദാറ്റ് ഇസ് അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. സോ അവർ ആ എമൗണ്ടിന് റിട്ടേൺ നമ്മൾ റെഗുലർ ഇന്റർവെൽസിൽ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കുക. അതേപോലെ എത്തിക്കൽ, അപ്പൊ അതെല്ലാം കറക്റ്റ് ഒരു അക്യുറേറ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എത്തിക്കലി മൂവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ വരുന്നതാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷന് ഈക്വൽ റെസ്പോൺസിബിലിറ്റിയും വരുന്നുണ്ട്, ഗവൺമെന്റിനോടും വരുന്നുണ്ട്. കാരണം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഗവൺമെന്റ് ലേ ഡൗൺ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക. അതായത് ടാക്സ് പേയ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക. അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. സോ ഇതൊക്കെയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡറിന്റെ പെർസ്പെക്ടീവ് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും ഏരിയാസ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരോടും നമ്മൾ എന്താണ് എത്തിക്കലി ആയിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് കോഡ് ഓഫ് കണ്ടക്ട്. എന്താണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്? സോ ഈ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത് തന്നെയാണ്. ദാറ്റ് ഇസ് നമുക്കിപ്പം എന്താണ് എങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതിന്റെ ഒരു എന്താ പറയുക ലിസ്റ്റ് ആണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വാട്ട് ക്യാൻ ബി ഡൺ ആൻഡ് വാട്ട് കാനോട്ട് ബി ഡൺ അതാണ് കോഡ് ഓഫ് കണ്ടക്ടിൽ വരുന്നത്. സോ ഇതിൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ അവിടെ ഇപ്പൊ എംപ്ലോയീസ് ആണെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ്, ഇന്ന സമയത്ത് വരണം, ഇന്ന ടൈമിലാണ് ജോബ് തീരുന്ന ടൈം, അങ്ങനെ ഒരുപാട് എന്താ പറയുക സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. സോ ഇത് മെയിൻ ആയിട്ട് എംപ്ലോയീസിനെ അസിസ്റ്റ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ഇതിന്റെ കുറച്ച് എലമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. സോ ഒരു ഓർഗനൈസേഷനിൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സെൻഡ് ചെയ്യുന്നത് ടോപ്പ് ലീഡർഷിപ്പ് തന്നെ ആയിരിക്കണം. അതേപോലെ കമ്പനീസിന്റെ വാല്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് അതൊക്കെ കോഡ് ഓഫ് കണ്ടക്ടിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ ദാറ്റ് ഇസ് എംപ്ലോയീസിന്റെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. ടോപ്പ് മാനേജ്മെന്റിനും ഈ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അപ്ലിക്കബിൾ ആണ്. പിന്നെ നമ്മൾ എല്ലാത്തിന്റെയും കോൺസിക്വൻസസും മെൻഷൻ ചെയ്യണം. ദാറ്റ് ഇസ് നമ്മൾ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ എന്താണ് കോൺസിക്വൻസസ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. പിന്നെ അതേപോലെ എന്തെങ്കിലും കൺസേൺസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അഡ്വൈസ് അതിന് വേണ്ടുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ വരുന്നത് ബിഹേവിയർ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം. അതേപോലെ അത് ഈസിലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതും യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ് ഓഫ് കണ്ടക്ട്സ് ആയിരിക്കണം. പിന്നെ വിഷ്വലി അട്രാക്റ്റീവ് ആയിരിക്കണം ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയായിരിക്കണം കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവേണ്ടത്. അടുത്തൊരു ടോപ്പിക് ആണ്, ദാറ്റ് ഇസ് ലാസ്റ്റ് ടോപ്പിക് ആണ് ചാലഞ്ചസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന രീതിയിൽ. സോ ഇതിൽ നമുക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് അലൈനിങ് ടോക്ക് അബൌട്ട് എത്തിക്സ് വിത്ത് ആക്ഷൻ. സോ ഇതൊരു മേജർ ഡിഫിക്കൽട്ടിയാണ്. കാരണം നമ്മളിപ്പോൾ പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അത് എന്താ പറയാ പ്രാക്ടിക്കലി നമുക്കത് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ബിൽഡിംഗ് ട്രസ്റ്റ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. സോ നമ്മൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യണം. ദാറ്റ് ഇസ് എംപ്ലോയേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തും അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ എക്സ്പാൻഡിങ് ലീഡർഷിപ്പ് അവയർനെസ്. സോ ഇതിൽ നമ്മൾ എപ്പോഴും എന്താണ് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്കിപ്പോ ഇപ്പൊ ലീഡർഷിപ്പിന്റെ കാര്യങ്ങളാണെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു നല്ലൊരു അവയർനെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ നോയിങ് യുവർ സ്പെസിഫിക് ഓർഗനൈസേഷൻ കോർ വാല്യൂസ്. അതായത് നമ്മളിപ്പം ബിലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള കോർ വാല്യൂ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം, അത് സ്പെസിഫൈ ചെയ്യണം. പിന്നെ അലൈനിങ് ഇൻസെന്റീവ്സ് ടു ഡ്രൈവ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് കസ്റ്റമർ ഫസ്റ്റ് ഔട്ട്കംസ്. സോ ഇതിൽ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഷെയർ ഹോൾഡേഴ്സും ദാറ്റ് ഇസ് ആ ഒരു നമുക്കിപ്പം എന്താ പറയുക അതിന്റെ ഒരു എംഫസിസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്താണെന്നുള്ളത്, അതേപോലെ ഫിനാൻഷ്യൽ മെഷർമെന്റ്സ് അച്ചീവ് ചെയ്യുക, അതേപോലെ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ദാറ്റ് ഇസ് കസ്റ്റമർ ഫസ്റ്റ് ഔട്ട്കമിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ ഇന്റഗ്രേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് എക്സ്പെക്ടേഷൻസ്. സോ ഇതിൽ നമുക്ക് ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ചില സമയത്തൊക്കെ ഈ ഒരു എത്തിക്സും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ ഇടയ്ക്ക് ഇപ്പം ഫെയിൽ ആവുകയാണെങ്കിലും, പക്ഷെ അതെന്താണ് ഒരു എന്താ പറയാ ഒരുപാടൊന്നും അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ അതേപോലെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുള്ളൂ. സോ അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഫെസിലിറ്റേറ്റിംഗ് ടൈംലി റിപ്പോർട്ടിംഗ് ഓഫ് കൺസേൺസ്. സോ ഇതിൽ നമ്മൾ റിപ്പോർട്ടിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാ പൊസിഷനിലും അല്ലെങ്കിൽ സ്റ്റാഫിലൊക്കെ എല്ലാ പൊസിഷനിലും നമുക്ക് റിപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതെല്ലാം പ്രോപ്പർ ആയിട്ട് ടൈംലി റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കണം. പിന്നെ ബാലൻസിങ് ആൻഡ് മെഷറിംഗ് പ്രയോറിറ്റി ഫോർ ഗ്രോത്ത് വേഴ്സസ് ഹെൽത്ത്. സോ എപ്പോഴും നമ്മൾ പ്രയോറിറ്റി എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അതിപ്പം വളരെ ഇമ്പോർട്ടന്റ്. ദാറ്റ് ഇസ് നമ്മളിപ്പോൾ ഗ്രോത്തും അതേപോലെ അതോടൊപ്പം നമ്മുടെ ഹെൽത്തിനും ഒക്കെ പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ അലൈനിങ് മാർക്കറ്റ് ഓഫറിംഗ് ആൻഡ് എത്തിക്കൽ ഇന്റൻഷൻസ്. സോ ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്തിക്കലി കോൺഷ്യസ് ആയിരിക്കണം. എല്ലാ ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും എത്തിക്കലി കോൺഷ്യസ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. സോ ഇതൊക്കെയാണ് ചാലഞ്ചസും ഇംപ്ലിമെന്റേഷൻസിൽ വരുന്നത്. സോ
ബൈ ദിസ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെഷന്റെ സമ്മറി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറച്ച് എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോഡ് ഓഫ് കണ്ടക്ട് എന്താണെന്നുള്ളത്, പിന്നെ ഓർഗനൈസേഷനിലുള്ള ചാലഞ്ചസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. സോ ഇനി ഇതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ നോക്കാം. ഒന്ന് ഫസ്റ്റ് ഡിഫൈൻ ബിസിനസ് എത്തിക്സ്. എന്താണ് എത്തിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അത് പ്രിപ്പയർ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോട്ട് ചെയ്യണം. അതേപോലെ ബിസിനസ് എത്തിക്സിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ നമ്മൾ ചാലഞ്ചസ്, നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു ചാലഞ്ചസും എന്തൊക്കെയാണെന്നുള്ളത്, ആ ഒരു പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ബിസിനസ്, ഒരു ഓർഗനൈസേഷനിൽ എത്തിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ തിയറീസ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ട്രഡീഷണൽ തിയറീസ്, അതിലേതെങ്കിലും എക്സ്പ്ലെയിൻ എനി ടു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ട്രഡീഷണൽ തിയറീസ് മൊത്തത്തിൽ ചോദിക്കാനും ചാൻസസ്. പിന്നെ വരുന്നത് ഡിസ്കസ് ചാലഞ്ചസ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാലഞ്ചസിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ വാട്ട് ഇസ് മെന്റ് ബൈ കോഡ് ഓഫ് കണ്ടക്ട്, എന്താണ് കോഡ് ഓഫ് കണ്ടക്ട്, അതിന്റെ കുറച്ച് എലമെന്റ്സും ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ട് ഇസ് മെന്റ് ബൈ സ്റ്റേക്ക് ഹോൾഡർ, അതേപോലെ ഡിസ്കസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പെർസ്പെക്ടീവ് ഓഫ് ബിസിനസ് എത്തിക്സ്. അപ്പൊ എന്താണ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് എഴുതുക, അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റേക്ക് ഹോൾഡറിന്റെ പെർസ്പെക്ടീവ് ബിസിനസ് എത്തിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ആൻസറും കൂടെ എഴുതാം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്ത് പോകുന്നത്. ഇപ്പൊ തിയറീസിൽ ഇപ്പം അതിൽ നമ്മളിപ്പോ ചോദിച്ചാൽ ഇപ്പം ട്രഡീഷണൽ തിയറി മാത്രമേ ചോദിച്ചിരിക്കണേ, വേണമെങ്കിൽ പിന്നെ ഒരു ചാൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് തിയറീസ് മൊത്തത്തിൽ ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് യൂണിറ്റ്. താങ്ക് യു.